നല്ല ചൂടുള്ള ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി എന്ന് കേട്ടാൽ നമുക്ക് വായിൽ വെള്ളം ഊറും. ആവി വറക്കുന്ന ഇഡ്ഡലി കാണുമ്പോൾ നമ്മൾ വല്ലാതെ കൊതിച്ചു പോകും ഒരു ഇഡ്ഡലി എടുത്ത് കടിച്ചാലോ എന്ന്. ഇന്ന് രാവിലെ എന്താ ഇഡ്ഡലിയുടെ കാര്യം പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇന്ന് മാർച്ച് 30 ലോക ഇഡ്ഡലി ദിനമാണ്. ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇഡ്ഡലി എന്നുള്ള ആഹാരം വിദേശ നാടുകളിലൊക്കെ ഇപ്പോൾ നല്ല മാർക്കറ്റുണ്ട്. ഇഡ്ഡലിക്ക് ഇപ്പോൾ സൈറ്റൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോക ഇഡ്ഡലി ദിനത്തിൽ നമ്മൾ ഇഡ്ഡലി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. നല്ല വിശപ്പുള്ള ഈ പ്രഭാതത്തിൽ നല്ല ചൂടുള്ള ഇഡ്ഡലി വിശേഷങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. എൻ്റെ മുന്നിലുള്ള ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടി ഞാനൊരു പിടി പിടിക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ നല്ല ചൂടുള്ള ഇഡ്ഡലി വിശേഷങ്ങൾ കൂടി പറഞ്ഞു തരാം. റവ ഇഡലി, റാഗി ഇഡലി, മൈസൂർ ഇഡലി, പൊടി ഇഡലി, ഓട്സ് ഇഡലി, കാഞ്ചീപുരം ഇഡലി, തട്ടിഡലി, സാമ്പാർ ഇഡലി, രാമശ്ശേരി ഇഡലി, ഇങ്ങനെ പോകുന്നു വിവിധ തരം ഇഡലികൾ. അപ്പോഴും മലയാളികൾക്ക് പ്രിയം അരിയും ഉഴുന്നും ചേർത്ത് അരച്ചെടുക്കുന്ന തനി നാടൻ ഇഡലിയാണ്. ആവിയിൽ വേവിച്ചെടുക്കുന്നതിനാൽ ഇഡ്ഡലിയിൽ കലോറിയുടെ അളവ് കുറവായിരിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. റെസ്റ്റോറൻറ്റുകളിലും ഇഡ്ഡലിക്കാണ് ഡിമാൻഡ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡായിട്ടാണ് ഇഡ്ഡലി പരിഗണിക്കപ്പെടുന്നത്. കൊച്ചു കുട്ടികൾ വരെ ഇഡ്ഡലിക്ക് താല്പര്യപ്പെട്ടുകൊണ്ട് വരാറുണ്ട്. ഇപ്പം നമ്മളത് കൂടാതെ ഇഡ്ഡലിയിൽ തന്നെ ഒരു ഇന്നോവേറ്റീവ് ആയിരിക്കുന്ന പൊടി ഇഡ്ഡലിയും കൂടി നമ്മൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല റെസ്പോൺസാണ്. ഏറ്റവും മികച്ച ക്വാളിറ്റിയിലുള്ള അസംസ്കൃത വസ്തുക്കൾ, ഉഴുന്നായാലും അതിലുപയോഗിക്കുന്ന അരിയായാലും ഏറ്റവും മികച്ച ക്വാളിറ്റിയിലുള്ളത് തന്നെ ഉപയോഗിക്കുമ്പോഴാണ് ഇഡ്ഡലിക്ക് അതിൻ്റേതായിട്ടുള്ള സ്വാദും വരുന്നത്. വിദേശികൾ അവരുടെ ഇഷ്ടവിഭവങ്ങൾക്കായി ഒരു ദിനം മാറ്റിവെക്കും. ആ പതിവിൽ നിന്നാണ് മാർച്ച് 30 ഇഡ്ഡലി ദിനത്തിൻ്റെയും പിറവി. ഇന്ത്യക്ക് പുറമെ മലേഷ്യയിലും സിംഗപ്പൂരിലും ശ്രീലങ്കയിലും ബർമയിലുമാണ് ഇഡ്ഡലി പ്രിയർ ഉള്ളത്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.